ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാരിയോട്ട് ഇൻ്റർനാഷണൽ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ നല്ലൊരു അവസരമാണ് നിയോം പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിലെ നിയോം പ്രൊജക്റ്റ് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസം കേന്ദ്രമായിട്ട് വരാൻ പോകുന്ന പ്രൊജക്റ്റാണ് നിയോം പ്രൊജക്റ്റ്. അതിൽ മാരിയോട്ടിൻ്റെ സിന്ദാല ഐലൻഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ വന്നിട്ടുണ്ട്. വലിയൊരു സെക്ഷൻ തന്നെയാണ് 5 സ്റ്റാർ സെറ്റപ്പിൽ. അപ്പോൾ അതിലേക്കുള്ള വേക്കൻസീസാണ്. വേക്കൻസീസ് മീൻസ് 28-ാം തീയതി മുതൽ 31 വരെ 4 ദിവസത്തേക്കുള്ള വെർച്വൽ ഇൻ്റർവ്യൂ, ഓൺലൈൻ മോഡിലുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇൻസ്റ്റയിലെ വീഡിയോയിൽ നമ്മൾ ഇമെയിൽ ID തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഡീറ്റെയിൽസിന് നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇമെയിൽ അയച്ച ആളുകളുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ട ഉടനെ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രീതിയിൽ ഇമെയിൽ ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. എന്നിരുന്നാലും വേറൊരു പ്ലസ് പോയിൻ്റ് അവിടെ ഉണ്ട്. ഡയറക്റ്റ് ഓൺലൈൻ മോഡ് വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനി അവിടെ വേക്കൻസീസ് വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുകയും ചെയ്യും. ആരും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് റിമൈൻഡിട്ട് ഒന്നുകൂടി നിങ്ങൾക്കത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂവിനുള്ള അവസരവും ഡയറക്റ്റ് ജോബിന് കയറാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഡയറക്റ്റ് കമ്പനിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുകയല്ല, ഒരുപാട് വേക്കൻസീസിൻ്റെ വേക്കൻസീസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാണാം. അപ്പോൾ നമുക്ക് സ്ക്രീൻ വഴിയാണ്, അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സ്ക്രീൻ വഴി തന്നെ കാണാം. അത് നിങ്ങൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മാരിയോട്ടിൻ്റെ സൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ മാരിയോട്ടിൻ്റെ സൈറ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ www.marriott/careers അടിക്കുക. അല്ലെങ്കിൽ നമ്മളെ സൈറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ കയറാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ നമ്മളെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മളെ സൈറ്റിൻ്റെ ലിങ്ക്, നമ്മളെ സൈറ്റിൽ വേറെ പല ജോബുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. careerupdatesjob.com എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് ഓപ്പണായിട്ട് വരുന്നതാണ്. ആ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പല സൈറ്റുകളും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളെ ലോഗോൻ്റെ റൈറ്റ് സൈഡിലുള്ള വാക്കിംഗ് ഇൻ്റർവ്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് വാക്കിംഗ് ഇൻ്റർവ്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുന്ന സമയത്ത് മാരിയോട്ടിൻ്റെ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കാം. മൊബൈലാണെങ്കിൽ ഇങ്ങനെ തന്നെ വരിക. വാക്കിംഗ് ഇൻ്റർവ്യൂസിൻ്റെ സെലക്ട് ചെയ്താൽ മതി. അത് വേറൊന്നും ചെയ്യേണ്ട, താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സിന്ദാല ഹോട്ടൽസ് അപ്ലൈ ഹിയർ, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ. ഇതാണ് അതിൻ്റെ മാരിയോട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് കാണാം ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് അതിൻ്റെ മുമ്പായിട്ട്. ഇപ്പോൾ ഓൾറെഡി വേക്കൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഇതിലുള്ളതാണ് കറണ്ട് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് ബീവറേജ് റോൾസിൽ വരുന്നതാണ് ഈ ഒരു വേക്കൻസി. പൂൾ ലോഞ്ച് ബീവറേജ് വെയിറ്റർ, സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് വെയിറ്റർ, ലോബി ലോഞ്ച് വെയിറ്റർ, ഓൾ ഡേ ഡൈനിങ് വെയിറ്റർ, ഇതിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും കേട്ടോ. ഒരാൾ മാത്രമല്ല വരുന്നത്. ഈ ലിസ്റ്റിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ലിസ്റ്റിലുള്ള വേക്കൻസീസൊക്കെയാണ് ഇപ്പം ഇൻ്റർവ്യൂ നടക്കുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, ഏതൊക്കെയാണ് വേക്കൻസീസ് എന്നുള്ളത് കണ്ടു. ഓക്കെ, മാരിയോട്ടിൻ്റെ ആണ്. അതിൻ്റെ 28 മുതൽ 31 വരെയാണ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അതായത് 1 മണി മുതൽ 3 മണി വരെയായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവാൻ സാധ്യത. 13 മണിയാണ് കേട്ടോ. അപ്പോൾ 1 മണിയാണ്, 15 എന്ന് പറയുമ്പോൾ 3 മണി. ഓക്കെ, അപ്പോൾ താഴോട്ട് ജസ്റ്റ് ഇങ്ങനെ വേറൊന്നും നോക്കണ്ട, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. marriott.com/careers. അത് ഡയറക്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്തോ. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കരിയർ പേജ് നിങ്ങൾക്ക് ആക്സസ് ആണെങ്കിൽ അതിൻ്റെ താഴോട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ മൗസ് കൊണ്ടുപോകുമ്പോൾ തന്നെ കളർ മാറുന്നുണ്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇന്നലെ നിങ്ങൾ CV അയച്ചിട്ടുണ്ടാവുക. ഈ CV അയക്കും വിൻഫ്രെഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഒഫീഷ്യൽ മാരിയോട്ടിൻ്റെ ഒഫീഷ്യൽ ഇമെയിലേക്കാണ് നിങ്ങൾ CV അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്ന് പറഞ്ഞാൽ കളർ മാറി അതിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാരിയോട്ട് കാരിയേഴ്സിലുണ്ടോ ഡയറക്റ്റ് നമ്മൾ ആ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആകുമ്പോൾ വേറെ ഒന്നും തപ്പേണ്ട കാര്യമില്ല. ഇതിലൂടെ ആകുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് റെഡ് സീ നിയോം ഐലൻഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്ത് 23/1 ജനുവരി 23 അപ്പോൾ അതിലാണ് ഏതെങ്കിലും ഒരു പോസ്റ്റാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുക. അപ്ലൈ എന്നുള്ള റൈറ്റ് സൈഡിലുള്ള ഈ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് ഇതാണ്. ഇനി നമ്മൾ അടുത്ത പോകേണ്ടത് ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക.
ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സ് പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. അത് കൊടുത്ത് അഗ്രി കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ് വേണ്ടി. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മളെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ മെയിലൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. മാനുവേട്ടിൻ്റെ കൺഫർമേഷൻ കോഡ് ഇതാ വന്നിട്ടുണ്ട് 130. അത് കോപ്പി ചെയ്യുക. എന്നതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഐഡൻറ്റിറ്റി പേസ്റ്റ് അതാവാൻ വേണ്ടി കൺഫേം ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ അപ്ലൈ വിത്ത് ഇൻഡീഡും ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈ വിത്ത് ലിങ്ക്ഡിൻ ഉണ്ട്, റെസ്യൂം വഴിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്കിതിലൊക്കെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓൾറെഡി ഉണ്ട്. എൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ റെസ്യൂം വഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ റെസ്യൂം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലിങ്ക്ഡിൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ കണക്റ്റ് ആവും. ഇനി അതല്ല, നമ്മൾ ആ വഴിയല്ല, 2 വഴിയല്ല നോക്കുന്നത്. നമ്മൾ താഴെ നമ്മളിതാ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേര് കൊടുക്കണം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അത് കൊടുക്കുക, നമ്മളെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, നമ്മളെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, പിന്നെ നമ്മളെ അഡ്രസ്സ് ഏതാണോ നമ്മളെ രാജ്യം, പിന്നെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊന്നും പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല, നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഹൗ ഡിഡ് യു ഗെറ്റ് അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പിന്നെ റെഫറലോ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ അറിഞ്ഞത്. അപ്പോൾ ഏത് സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ, യൂട്യൂബ് ആണോ ഇൻസ്റ്റ ആണോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം ആണല്ലോ, ഓക്കെ, അല്ല യൂട്യൂബ് ആണ് യൂട്യൂബ് കൊടുക്കുക. പിന്നെ ഡിസൈഡ് സാലറി മിനിമം അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക കേട്ടോ. അത് ഇപ്പം നമുക്ക് വേണമെങ്കിലൊരു 10,000 റിയാലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ ആ രീതിയിൽ കൊടുക്കുക. പിന്നെ ആർ യു ഓതറൈസ്ഡ് ടു വർക്ക് ദിസ് കമ്പനി വിച്ച് ആർ യു ആർ അപ്ലൈങ് എന്നുള്ള യെസ് കൊടുക്കുക. ജോബ് ക്വാളിഫയിങ് ക്വസ്റ്റ്യൻസ് അത് പിന്നെ നിങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനും ഉണ്ടാവും. അതിനുള്ള മറുപടി, അതായത് വായിച്ച് നോക്കുക, അതിനുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പേജിലേക്കാണ് നമ്മൾ ഓപ്പണായിട്ട് വരുന്നത്. അത് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം, കാരണം ഓരോന്ന് വായിച്ചിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് അടിച്ച് പോവുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ ആ വായിച്ച് നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അത് ഓരോന്നിനും ഞാനിപ്പോൾ ആൻസർ ചെയ്ത് കാണിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യനാണ് വരിക. ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ് ഇവിടെ ആഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ എന്തൊക്കെ എഡ്യൂക്കേഷനാണെന്ന് ഇവിടെ ആഡ് ചെയ്യാം. സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് നമ്മളെ ഡോക്യുമെൻ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തൊട്ടിപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കവർ ലെറ്ററും ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ലിങ്ക്ഡിനോ ഏതെങ്കിലും ലിങ്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെ ഡൈവേഴ്സിറ്റി ഇൻഫോർമേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, ഏതാണെന്ന് ചോദിക്കുക. അത് മാത്രം. പിന്നെ ഐഡൻറ്റിറ്റി അത് നിർബന്ധമില്ല. ഈ റെഡ് സ്റ്റാറുള്ള മാത്രം നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ സിഗ്നേച്ചർ ഫുൾ നെയിം അടിച്ചിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുണ്ട് പേരൊക്കെ കറക്റ്റായിട്ട് അടിക്കണം. എന്നിട്ട് സബ്മിറ്റ് ആണ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതായത് നമ്മളെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിലൊരു എറർ വരുന്നത് റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടല്ലോ, അതായത് പിന്നെ നമ്മളെ ഈ ജോബ് ക്വാളിഫിക്കേഷൻ ക്വസ്റ്റ്യനില്ലേ, അത് ആൻസർ ചെയ്യാത്തത് കൊണ്ടാണ്. അത് നിങ്ങളത് സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അത് നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിലായിരിക്കും വരിക, അത് വായിച്ച് നോക്കുക. അതിൽ പിന്നെ വലിയ ഹെവി ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടാവുള്ളൂ. നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതിന് ജസ്റ്റ് യെസ് ഓർ നോ ഒക്കെ കൊടുക്കാനുള്ള ആൻസർ ഉണ്ടാവും. അതങ്ങ് കൊടുത്തിട്ടേക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഈ വേറെ ഉണ്ടാവില്ല, നമ്മളിവിടെ സബ്മിറ്റ് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് ഇത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് എന്താണോ എന്നുള്ള മനസ്സിലാക്കി ആ പോർഷൻ മാത്രമായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഞാൻ പണ്ടോ 10 മിനിറ്റ് കൊണ്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെ പെൻഡിങ് ഉള്ളൂ. അതുകൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ 10-20 മിനിറ്റ് എടുക്കുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.